PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. SCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആയിട്ടും, അതായത് കുറച്ച് കോമൺ കമൻസിൻ്റെ റിപ്ലൈ ആയിട്ടും, അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയത് എവിടെ നിന്നൊക്കെയാണ് എന്നതിനുള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് SCERT ടെക്സ്റ്റ് ബുക്ക്സ് എവിടെ നിന്നും ലഭിക്കും എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന കുട്ടികളെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് എഴുതാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യമാണ്. ഒരു സ്ക്രീൻ സ്പേസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ബുക്സ് നോക്കി എഴുതുമ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റും. വളരെ നല്ലൊരു കാര്യമാണത്. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ആരും ടെക്സ്റ്റ് ബുക്ക് തരാൻ തയ്യാറല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരാരും അവരുടെ ടെക്സ്റ്റ് ബുക്കൊന്നും പഴയ ടെക്സ്റ്റ് ബുക്കൊന്നും കൊടുക്കാനും കളയാനും ഒന്നും തയ്യാറല്ല. ഇപ്പോൾ ചോദിച്ചാലും നമുക്ക് കിട്ടത്തില്ല, റെയറായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. samagara.kite.kerala.government.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് 3 ലൈൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ മീഡിയം സെലക്ട് ചെയ്യുക, ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. അതായത് നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ SCERT 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസ് റൂം അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് PSC പള്ളിക്കൂടം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. 250 200 സംതിങ് എത്രയാണ് റേറ്റ്. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ 250 251 ഒക്കെ ആവും റേറ്റ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ മാത്സിന് വേണ്ടിയിട്ടും സയൻസിനും IT-ക്കും ഒക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് PSC പള്ളിക്കൂടത്തിൻ്റെ ടെക്സ്റ്റ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റിന് വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ തേടി പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഒരൊറ്റ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാകും പഠിക്കാൻ. നോട്ട്സ് എഴുതി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു PSC പള്ളിക്കൂടത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് SCERT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമേ. പിന്നെ ഞാൻ എഴുതി തയ്യാറാക്കി എൻ്റെ SCERT നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് എല്ലാം ഓൾഡ് SCERTയുടെ നോട്ട്സാണ്. അതിൽ 10th നോട്ട്സ് മാത്രമാണ് ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുള്ളത്, ഓരോ പേപ്പർ വൈസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ PDF ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ബാക്കി നോട്ട്സൊക്കെ, അതായത് 5 മുതൽ 9th ക്ലാസ് വരെയുള്ള നോട്ട്സൊക്കെ ഞാൻ ഓൾഡ് SCERTയിൽ എഴുതിയിട്ടുള്ളത് ഒരു ലെക്ചർ നോട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് ക്ലിയർ ആയിട്ടല്ല എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല. ഞാൻ ലെക്ചർ നോട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് എഴുതി തീർത്ത നോട്ട്സാണ്. പിന്നെ ഞാൻ അത് ഒന്നേന്ന് ക്ലിയർ ആക്കി എഴുതിയില്ല. 10th മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ സബ്ജക്റ്റും കറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി പോയിട്ടുള്ളത്. അതിൻ്റെ നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ SCERT സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാഠഭാഗത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ന്യൂ SCERTയുടെ നോട്ട്സ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പഠിത്തത്തിൻ്റെ ഇടയിൽ SCERT നോട്ട്സ് ഫുള്ളായിട്ടിരുന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നോട്ട്സ് ഇടാത്തത്. അപ്പം ഞാൻ പഠിക്കുന്നതിനനുസരിച്ച് ഞാൻ എഴുതി പോകുന്നുണ്ട്. പിന്നെ ഞാൻ ആ നോട്ട്സ് തയ്യാറാക്കുന്നതിനനുസരിച്ച് അത് പഠിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ നോട്ട്സ് കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ച് ഇട്ടേക്കാം. അപ്പം നിങ്ങൾ SCERTൻ്റെ നോട്ട്സ് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. SCERT ഒന്നീ വെബ്സൈറ്റിൽ കയറി നോട്ട്സ് എഴുതുകയോ അല്ലെങ്കിൽ പള്ളിക്കൂടം PSC പള്ളിക്കൂടം പോലെയുള്ള ബുക്സുകൾ നോക്കി SCERT കംപ്ലീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഞാൻ എഴുതുന്നതിനനുസരിച്ച് എൻ്റെ നോട്ട്സ് എന്തായാലും ഞാൻ ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. എൻ്റെ ടൈം ടേബിളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ടേബിൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ടൈം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തത് കൊണ്ടാണ് നോട്ട്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ടൈം കണ്ടെത്തി നോട്ട്സ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നോട്ട്സൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും എഴുതുന്നതിനനുസരിച്ചുള്ള നോട്ട്സ് എല്ലാം ഞാൻ SCERT നോട്ട്സ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് SCERTയുടെ മാത്സും ഇംഗ്ലീഷും എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. ഞാൻ മാത്സ് പഠിക്കുന്നത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ്. യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് മാത്സ് ക്ലാസ്സിൻ്റെ. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്തും പഠിക്കുന്നത്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, സ്വന്തമായിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈസിയാണ് പഠിക്കുക. പിന്നെ മാത്സിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് റാങ്ക് ഫയൽ തന്നെയാണ്. റാങ്ക് ഫയലിൽ ഓരോ പ്രോബ്ലവും എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ടും 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ അത് തന്നെയാണ്. പിന്നെ എനിക്ക് റാങ്ക് ഫയലിൽ നോക്കിയിട്ട് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ SCERT ഞാൻ അങ്ങനെ നോക്കാറില്ല, ടെക്സ്റ്റ് ബുക്ക് നോക്കാറില്ല. ഇംഗ്ലീഷ് മെയിനായിട്ടും ഗ്രാമറാണല്ലോ നമുക്ക് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഗ്രാമർ അല്ലാണ്ട് തന്നെ ഗ്രാമർ മാത്രമായിട്ടാണ് പഠിക്കുന്നത്. അതും ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും പിന്നെ റാങ്ക് ഫയലൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പഠിക്കുന്നത്. SCERT ബുക്സ് അങ്ങനെ നോക്കാറില്ല.
റാങ്ക് ഫയൽ, പിന്നെ യൂട്യൂബ് വീഡിയോസ് അത് തന്നെയാണ്. പിന്നെ ഓൾറെഡി ഗ്രാമർ നമ്മൾ ബേസിക് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. SRT ടെക്സ്റ്റിനെ കുറിച്ചും എൻ്റെ പഠിക്കുന്ന രീതിയെക്കുറിച്ചും കുറച്ച് പേർക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.